അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സൂപ്പ് റെസിപ്പിയാണ് കേട്ടോ. ഞാൻ തന്നെ സ്വയം പരീക്ഷിച്ച് വിജയിച്ചൊരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ നല്ല കഷ്ണങ്ങളൊക്കെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഓരോരോ ദിവസത്തേക്ക് ഞാൻ പ്രത്യേകം പാത്രത്തിലാക്കി വെക്കലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതിലുള്ള കുറച്ച് എല്ലും മുള്ളും അതിൽ കുറച്ച് കായമ്പും ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് പീസസ് ഇവിടെ ഉണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനെ മീനിൻ്റെ തലയും വാലയൊക്കെ മുളക് കറി വെക്കുകയാണ് ചെയ്യാം. പക്ഷേ ഇപ്പം നമുക്ക് ഡയറ്റിൽ കറിക്ക് അത്ര വലിയൊരു ആവശ്യമില്ല. അപ്പോൾ ഇത്തവണ ഞാൻ സൂപ്പ് വെക്കാമെന്ന് കരുതി. ഒരു പാത്രം വെച്ചിട്ട് ചെറിയൊരു തീയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു സുക്കിനിയാണ് കേട്ടോ. പിന്നെ സെലറി സ്റ്റിക്കുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിളാണുള്ളത് അതെടുത്താൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞ മീൻ, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിലൊരു സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ മീനിൽ നമുക്ക് ഒത്തിരി ഒന്ന് മസാല പുരട്ടാം. ഒന്നുമില്ല, ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും മാത്രം നമ്മുടെ പാകത്തിനെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ മീൻ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ അതിനകത്തൊരു ഉപ്പും പുളിയൊന്നും ഇല്ലാത്ത പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലേശം ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കാം. ബാക്കി വന്ന മീൻ കഷ്ണങ്ങൾ തന്നെ വേണമെന്നില്ല, നല്ല കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇതേപോലെ സൂപ്പ് വെക്കാം കേട്ടോ. അപ്പോൾ മുള്ളില്ലാത്ത കഷ്ണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൂപ്പിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ പറയാം. കുറച്ച് സമയം വെക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമും മാരിനേഷൻ മതിയാകും. അപ്പോൾ എന്തായാലും നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. കുറച്ച് മഞ്ഞളും അതേപോലെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സൂപ്പ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്ത മീനിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ അളവ് നിങ്ങൾ കണ്ടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് 2 കപ്പ് വെള്ളമാക്കിയിട്ട് ചുരുക്കിയത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞപ്പം ഞാൻ പച്ചക്കറിയൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാബേജോ കോളിഫ്ലവറോ ബ്രൊക്കോളിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താം കേട്ടോ. സാധാരണ ഞാൻ ഈ സെലറി വാങ്ങിച്ചിട്ട് സലാഡിലേക്കാണ് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് പിടിക്കില്ല. പക്ഷേ സൂപ്പ് വെച്ചിട്ട് കഴിക്കുമ്പം ഒന്നുകൂടി നന്നാകും. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ട് അതിനകത്താണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. കാരണം മീനിൽ ചെറിയ മുള്ളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് സൂപ്പിനകത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ പെട്ടിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ട. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് വെള്ളത്തിലേക്കൊന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം അടച്ച് വെക്കുകയാണ്. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ മീൻ വേവായിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വേവിച്ചു. മൊത്തം ഒരു 20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ തലയൊക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രെയിനർ പതുക്കെ എടുത്തിട്ട് ഈ മീൻ മാത്രം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീ ഓഫാക്കിയതിന് ശേഷം എടുത്താൽ മതി, അല്ലെങ്കിൽ കൈ പൊള്ളു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതേപോലെ തന്നെ പച്ചക്കറിയും നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ട് അതേ സ്ട്രെയിനർ അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചക്കറി നമുക്കിങ്ങനെ ഒന്ന് ഊറ്റിയെടുക്കാം. ഈ കഷ്ണങ്ങളും അതേപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൂപ്പിലുള്ള കഷ്ണങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ കഴിച്ച് നോക്കും, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. മീനിൻ്റെ കഷ്ണമാണെങ്കിലും വെജിറ്റബിൾസൊക്കെ ആണെങ്കിലും മീനിൻ്റെ ചെറിയൊരു ടേസ്റ്റും ഉണ്ട്. എന്നാലും സൂപ്പാണെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമ്മൾ ഇത്തിരി എരിവൊക്കെ ഇട്ടതാണല്ലോ. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇത്തിരി എരിവും പുളിയിലാവും കഴിക്കാൻ ഇഷ്ടം, എന്നാലും കൂടുകയും വേണ്ട. അപ്പോൾ ആ ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ സൂപ്പ് നമുക്ക് കഴിക്കാൻ നേരമായിട്ട് എടുക്കുകയാണ്, ഞങ്ങൾ കഴിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഈ സൂപ്പ് വെക്കുന്ന സമയത്ത് ഇക്കാക്കാക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് വലിയൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മീനെടുത്ത് പൊരിക്കുകയും ചെയ്തത്, പിന്നെ സൂപ്പ് എടുത്തിട്ട് ഉണ്ടാക്കുകയും ചെയ്തത്. പക്ഷേ ആൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് അതിൽ നമ്മൾ കുരുമുളകും ഉപ്പൊക്കെ ചേർത്തല്ലോ, ആ ഒരു എരിവും പുളിയൊക്കെ ആ മീനിൻ്റെ കഷ്ണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാക്കാക്കും ഇഷ്ടമായി. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. മുൻപ് ഞാനൊരു മീനിൻ്റെ സൂപ്പ് ചെയ്തിരുന്നു. അതിൽ കുറേയൊക്കെ പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞു. നല്ല കമൻസൊക്കെ കിട്ടി. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇതുപോലെയും ഒരു സൂപ്പ് വെച്ച് നോക്കൂ.
വെജിറ്റബിളിന് വേണ്ടി വെജിറ്റബിളുമായി, സൂപ്പിന് വേണ്ടി സൂപ്പുമായി, മീനുമായി എല്ലാം ഒറ്റ തവണ ഒരു പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തുടക്കക്കാരായ ആൾക്കാർക്കും ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമാണ്. ഒരു ഉപ്പേരി വെക്കാനും അല്ലെങ്കിൽ ഒരു തോരൻ വെക്കാനും വേറൊരു മീൻ പൊരിക്കാനും അങ്ങനെ 2 പണി എടുക്കേണ്ട കാര്യമില്ല. ഒറ്റ പണിയിൽ തന്നെ നമുക്കൊരു മീൽ റെഡിയായി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അടിക്കുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും.